മൂന്നിലവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചാർലി ഐസക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും മാണി ഗ്രൂപ്പിലേക്ക് എത്തിയ ചാർലി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് തിരികെ UDF-ൽ എത്തിയതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. നാടകീയത നിറഞ്ഞ രാഷ്ട്രീയ ചരിത്രമാണ് മൂന്നിലവ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ചാർലി ഐസക്കിന്റേത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 4 തവണ ചാർലി മത്സര രംഗത്തുണ്ടായിരുന്നു. 2020-ലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2022 ഫെബ്രുവരിയിലാണ് ചാർലി മാണി വിഭാഗത്തിലേക്ക് പോയത്. നടപ്പാക്കാനാകാത്ത ഓഫറുകളാണ് അന്ന് LDF തനിക്ക് വാഗ്ദാനം ചെയ്തതെന്നാണ് ചാർലി ഇന്ന് പറയുന്നത്. ഇത്തരം വാഗ്ദാനങ്ങളിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയതായും വരും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട UDF-മായി സഹകരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തത് പ്രകാരമാണ് തിരിച്ചെത്തിയതെന്ന് ചാർലി വ്യക്തമാക്കി. കഴിഞ്ഞ 2 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ചാർലി UDF-നാണ് വോട്ട് ചെയ്തത്. ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായി ചെണ്ട ചിഹ്നത്തിൽ വിജയിച്ച ചാർലി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അംഗത്വമെടുക്കുകയും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 27-ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സംഘടനാ ചുമതലകളിൽ നിന്നും രാജിവെച്ചതായി കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി സ്റ്റീഫൻ ജോർജിന് കത്ത് നൽകിയിരുന്നു. കോൺഗ്രസ് അംഗമായിരുന്ന PL ജോസഫ് രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 11-ാം വാർഡ് ചകണിയാം തടത്തിന്റെ മെമ്പറാണ് ചാർലി. അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, UDF-ലെ ജനപ്രതിനിധികൾ എല്ലാവരും, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ജനപ്രതിനിധികളായ 5 പേരും, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ 2 പേരടക്കം കോൺഗ്രസിലെ 5 പേരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ആളുകളും എന്നോട് ഒരുമിച്ച് നിന്നു, എന്നോട് കൂടെ നിന്നു. സ്വാഭാവികമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചെണ്ട ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഞാൻ ഇപ്പോൾ നിലവിൽ UDF-മായി തന്നെ ചേർന്ന് അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ചെണ്ട ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ UDF-മായിട്ട് ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഭാഗമാണല്ലോ, കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2 പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിലും ഞാൻ UDF-നോടൊപ്പം നിന്നയാളാണ്. അതുകൊണ്ട് UDF-ൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ജോസഫ് വിഭാഗത്തിൻ്റെ ആളാണ് ഞാൻ. 13-അംഗ പഞ്ചായത്തിൽ UDF-ന് 8ഉം LDF-ന് 5ഉം വീതം അംഗങ്ങളാണ് ഇപ്പോഴുള്ളത്. i4U ന്യൂസ്, പാല.